അത് പിന്നെ AI സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം തലയിൽ പലതും പറഞ്ഞു ഒഴിയാനുള്ള ഒരു വഴിയായിട്ട് AI ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ ആരാ അടിച്ചത് എന്നുള്ളത്. ഏത് അതൊന്നും പറയാനായിട്ടില്ല. പ്രതിപക്ഷം ഉണ്ടല്ലോ. അല്ല, അത് ആഭ്യന്തര വകുപ്പ് മാത്രം അങ്ങനെ തീരുമാനിച്ചാൽ പറ്റൂലല്ലോ. ഈ നാട്ടില് ജനങ്ങളുടെ ശബ്ദം ഉയർന്ന പ്രതിപക്ഷമൊക്കെ ഇല്ലേ. അപ്പൊ ഇത്തരം അക്രമങ്ങൾക്കെതിരായി ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി ശബ്ദം ഉയർത്തും. യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ എല്ലായിടത്തും അക്രമങ്ങളല്ല. അപ്പോൾ അന്വേഷണം വേണ്ട എന്ന് ഇപ്പോൾ ശബരിമലയെക്കുറിച്ചും അവർ പറഞ്ഞതല്ലേ, യാതൊരു അന്വേഷണം വേണ്ട. ഇപ്പം എന്തായി? അന്വേഷണം കോടതി നേരിട്ടാണ് നടത്തുന്നത്. ഈ നാട്ടിൽ വേറെയും സംവിധാനമില്ലേ, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പറ്റുമോ? MSFും KSU ഒക്കെ യോജിച്ച് മത്സരിച്ച് ഒരുപാട് സ്ഥലത്ത് SFIയിൽ നിന്ന് പിടിച്ചെടുത്തു പല സ്ഥാപനങ്ങളും. അതാരും കാണൂല. എവിടെയെങ്കിലും ഒരു കോളേജിൽ തെറ്റിയാൽ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകലുണ്ട്. സ്റ്റുഡൻസ് തമ്മിൽ യോജിക്കാതെ വാശിയാവില്ല. ഒക്കെ ഏതെങ്കിലും ഒരു കോളേജിൽ ഉണ്ടായാൽ അത് വലിയ സംഭവമൊന്നുമല്ല. അല്ല, അത് പിന്നെ തിരുത്തിയാൽ മതി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ LDF BJP എല്ലാം കൂടി കൂട്ടുകൂടിയിട്ടുണ്ടാക്കിയ മതേതരത്വത്തിനുള്ള ഒരു ഭീഷണിയാണ്. അതിനെയാണ് തോൽപ്പിക്കേണ്ടത്. കോൺഗ്രസും ലീഗും ഒക്കെ യോജിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യം മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് നോക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. മനുഷ്യൻ വിശ്വസിക്കാത്ത അറ്റൻഷൻ ഡൈവേർട്ടിങ്ങിന്റെ മറ്റൊരു ഉദാഹരണം. മനുഷ്യൻ വിശ്വസിക്കാത്ത നുണ പറഞ്ഞ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കണതിന്റെ പാടുപെടുന്നതിന്റെ മറ്റൊരു ഉദാഹരണം. അതിമ കിടന്ന് അധികം മെനക്കെട്ടാല് വഷളാവുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അതവർക്കല്ലേ അറിയുള്ളൂ. അവരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ UDFന് മറുപടി ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ ഒരുപാട് കളവുകൾ പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അത് തിരുത്തേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രാവശ്യം തിരുത്തേണ്ടി വന്നിട്ടുള്ളൂ പോലീസിന്. ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിപ്പോൾ തിരുത്തേണ്ടി വന്നു. ലാത്തി അടി ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് സ്ഫോടനം അത് ഇത് ഒരുപാട് കളവുകൾ പറഞ്ഞാൽ പിന്നെ തിരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ വേസ്റ്റിന്റെ മുകളിൽ അധികം സമയം ചെലവഴിക്കാൻ എനിക്ക് പറ്റൂല. നിങ്ങൾ വേസ്റ്റാണ്.